നമസ്കാരം, എല്ലാവർക്കും സോഷ്യോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫോർത്ത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ വിപണി ഒരു സാമൂഹിക സ്ഥാപനമായാൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പം ആ വിപണി എന്ന് പറയുന്ന സാമ്പത്തിക സ്ഥാപനത്തെ എങ്ങനെയാണ് ഒരു സാമൂഹിക സ്ഥാപനമാക്കി മാറ്റുന്നത് എന്നതിന്റെ എക്സാമ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഛത്തീസ്ഗഡിലെ ബസ്താർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള ദൊരെ എന്ന് പറയുന്ന ആഴ്ചച്ചന്ത, അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ഈ പറയുന്ന ഗോണ്ട് വിഭാഗത്തിൽപ്പെടുന്നവരുടെ ആഴ്ചച്ചന്തയെ കുറിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള സമുദായങ്ങളുടെ വ്യവസായങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ നെറ്റ്വർക്ക്സ് എങ്ങനെയാണ്, വ്യാപാര ശൃംഖലകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും എന്ന് പറയുന്നത് സെൽഫ് സഫിഷ്യന്റ് അല്ലെങ്കിൽ സ്വയം പര്യാപ്തത നേടിയിട്ടുള്ള ഗ്രാമങ്ങളാണ് ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് എന്തുണ്ടായത്, ഒരു വാണിജ്യപരം അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എന്ന രീതിയിലേക്ക് മാറിയത് എന്നുള്ളതാണ്. കാരണം അതുവരെ അവനവന് വേണ്ടത് ഉണ്ടാക്കുന്ന ഒരു രീതിയിലായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. പക്ഷെ അതില് കുറച്ച് ഈ പറയുന്ന സഞ്ജയ് സുബ്രഹ്മണ്യത്തിന്റെ പോലെ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. എന്നാൽ അതിന്റെ മുമ്പ് തന്നെ എന്തുണ്ടായിരുന്നു, ഈ പറയുന്ന ജിജുമാനി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പണം ഈടാക്കുന്ന ഒരു സമ്പ്രദായം ആ കാലഘട്ടം മുതൽ തന്നെ എന്തുണ്ട്, ഇതേ രീതിയിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പം ഇങ്ങനെയുള്ള ഒരു മാറ്റങ്ങൾ എന്തുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് പ്രധാനമായിട്ടും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാപാര ശൃംഖലകൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വ്യാപാര ശൃംഖല, വിപുലമായിട്ടുള്ള വ്യാപാര ശൃംഖലകളാണ് എവിടെ ഉള്ളത്, കോളനി വാഴ്ചയ്ക്ക് മുമ്പുള്ള ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അത് സമീപകാലത്തെ ചരിത്ര ഗവേഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ തെളിയിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു സമ്പദ് വ്യവസ്ഥയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ചരിത്ര കാലഘട്ടത്തിൽ എടുക്കുമ്പോൾ അത് പരമ്പരാഗതം, ദെൻ അതേപോലെ തന്നെ ആധുനികം എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മുതലാളിത്ത പൂർവ്വം, അതായത് ഇവിടെ ക്യാപിറ്റലിസം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇവിടെ കൊളോണിയലിസം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിനുശേഷം മുതലാളിത്തം എന്ന് പറഞ്ഞിട്ട് രണ്ട് കാലഘട്ടങ്ങളിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇങ്ങനെ കർശനമായിട്ട് വേർതിരിക്കുന്ന ഒരു രീതി ഉചിതമല്ല എന്നുള്ളത് ഇത് കാണിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവ രണ്ടും തമ്മിലുള്ള വിഭജിക്കുന്ന അല്ലെങ്കിൽ അതിനെ രണ്ടിനെ ക്ലാസിഫൈ ചെയ്യുന്ന വിഭജിക്കുന്ന രേഖ യഥാർത്ഥത്തിൽ വളരെ നേർത്തതാണ് എന്നുള്ളതാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാവും. കാരണം പണ്ട് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് വിദേശ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല രീതിയിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിട്ടുള്ള എന്തുണ്ടായിരുന്നു, വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്ന കൈത്തറി വസ്ത്രങ്ങള്, ദെൻ അതേപോലെ തന്നെ മേൽത്തരം പട്ടുവസ്ത്രങ്ങള്, സുഗന്ധ വ്യഞ്ജനങ്ങള് തുടങ്ങിയതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ആഗോള വിപണിയിൽ, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന കോളനി വാഴ്ചയ്ക്ക് മുന്നേ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ യൂറോപ്പിലൊക്കെ നല്ല ഡിമാൻഡ് ഉള്ള ഒരു സംഭവം തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ കോളനി വാഴ്ചയ്ക്ക് മുമ്പുള്ള ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഈ പറയുന്ന സുസംഘടിതമായ അല്ലെങ്കിൽ സംഘടിക്കുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഉൽപാദന കേന്ദ്രങ്ങളും, അതായത് പ്രൊഡക്ഷൻ മേക്കിങ്ങും കാര്യങ്ങളും, ദെൻ അതേപോലെ തന്നെ തദ്ദേശീയ നമ്മളുടെ ദേശത്ത് മാത്രമുള്ള ഒരു വാണിജ്യ വിഭാഗങ്ങളും, അതേപോലെ തന്നെ അവരുടെ നെറ്റ്വർക്കും ഒരു വ്യാപാര ശൃംഖലകളും എന്തുണ്ടായിരുന്നു, ബാങ്കിങ് സമ്പ്രദായങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ പറയുന്ന രീതിയിൽ വ്യക്തമാക്കുന്നതാണ്. കാരണം ഇവിടെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്ന് പട്ടുവസ്ത്രങ്ങളും അതേപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ വിദേശ രാജ്യങ്ങൾക്ക്, ആഗോള വിപണിയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ വ്യാപാര സമുദായങ്ങൾക്ക് അഥവാ അത് ഒരു ജാതികൾക്ക് അവരുടേതായിട്ടുള്ള എന്തുണ്ടായിരുന്നു, ബാങ്കിങ് വായ്പാ സമ്പ്രദായങ്ങൾ ജാതികൾക്ക് ഉണ്ടായിരുന്നു. അവരുടെ സ്വന്തമായിട്ടുള്ള ബാങ്കിങ് വായ്പാ സമ്പ്രദായങ്ങൾ എന്തുണ്ടായിരുന്നു, അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇതില് വായ്പ കൈമാറ്റം ചെയ്യുന്നതിന്, അതായത് വായ്പ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും വേണ്ടി അവര് ഹൂണ്ടി, HUND, ഹൂണ്ടി എന്ന് പറയുന്ന അഥവാ കൈമാറ്റ ബിൽ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ജാതി വായ്പാ സമ്പ്രദായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പം ഈ ഹൂണ്ടി എന്ന് പറയുന്ന കൈമാറ്റ ബില്ല് ഒരു ക്രെഡിറ്റ് ക്രെഡിറ്റ് നോട്ട് പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് എന്ത് പറയുന്നത്, ഈ കൈമാറ്റ ബില്ലായിട്ടുള്ള ഹൂണ്ടി എന്ന് പറയുന്നത്. കാരണം അത് ദൂരദേശങ്ങളിൽ പോയിട്ട് വ്യാപാരം ചെയ്യുന്നതിന്
വ്യാപാരികളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരാൾ തമിഴ്നാട്ടിൽ പോയിട്ട് ആ കാലഘട്ടങ്ങളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലുള്ള അവരുടെ ജാതി ഏതാണോ ആ ജാതിയിലെ ബാങ്കിങ് സമ്പ്രദായം, വായ്പാ സമ്പ്രദായത്തിൽ അവർ എന്ത് ചെയ്യുന്നു, ആ ഒരു പണം നിക്ഷേപിച്ചിട്ട് അവിടെ നിന്ന് ഹൂണ്ടി എന്ന് പറയുന്ന ഒരു ബില്ല് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് അവരുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സാധനങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു കൈമാറ്റ ബില്ലായിട്ട് എന്ത് ചെയ്യാം, ആ ഹൂണ്ടി ഉപയോഗിക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ കാലഘട്ടം മുതൽ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ജാതി വായ്പാ സമ്പ്രദായങ്ങളൊക്കെ എന്തുണ്ടായിരുന്നു, നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ വ്യാപാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രേഡ് എന്ന് പറയുന്ന സംഭവത്തെ ഏറ്റവും കൂടുതൽ വാണിജ്യ സമുദായങ്ങളും ഒക്കെ എവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ വാണിജ്യ ജാതി ബന്ധങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വാണിജ്യ ബന്ധുത്വ ശൃംഖലകളൊക്കെ ആയിട്ടാണ് എവിടെ ഉള്ളത്, ഇന്ത്യയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിനാൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എടുത്തു നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വ്യാപാര ശൃംഖലകളിൽ അതിന്റെ കൈമാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ വ്യാപാരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് നടത്തി പോന്നിരുന്നു, അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും തദ്ദേശീയപരമായ വ്യാപാര ശൃംഖല, ഇന്ത്യക്ക് അകത്തുള്ള വ്യാപാര ശൃംഖലകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് സംഘടിച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം. അതിൽ ഏറ്റവും വലിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് തമിഴ്നാട് എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള കേരളത്തിന് തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടില് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന നാട്ടുകോട്ടെ ചെട്ടിയാന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നാട്ടുകോട്ടെ ചെട്ടിയാന്മാർ അല്ലെങ്കിൽ അവരെ നഗരത്താന്മാർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. നാട്ടുകോട്ടെ ചെട്ടിയാന്മാർ അല്ലെങ്കിൽ നഗരത്താന്മാർ എന്ന പേരിലാണ് പറയുന്നത്. കാരണം അവരുടെ ചരിത്രം നമ്മൾ ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ തദ്ദേശീയ വ്യാപാര ശൃംഖല വ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചുള്ള ചരിത്രം പഠിക്കാൻ ഈ പറയുന്ന തമിഴ്നാട്ടിലെ നാട്ടുകോട്ടെ ചെട്ടിയാന്മാരെ അല്ലെങ്കിൽ നാഗത്താന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നാട്ടുകോട്ടെ ചെട്ടിയാന്മാര് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വാണിജ്യ സമുദായമാണ്, ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ് ഇത് നാട്ടുകോട്ടെ ചെട്ടിയാന്മാർ എന്ന് പറയുന്നത്. കാരണം അവർക്ക് വളരെ വിപുലമായിട്ടുള്ള എന്തുണ്ടായിരുന്നു, ഈ പറയുന്ന രീതിയിൽ വാണിജ്യ സമുദായങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നാട്ടുകോട്ടെ ചെട്ടിയാന്മാരുടെ അവരുടെ ജാതിയും അവരുടെ ബന്ധുത്വവും അവരുടെ കാസ്റ്റും അതേപോലെ തന്നെ അവരുടെ കിൻഷിപ്പും അവരുടെ ഫാമിലിയും കുടുംബവും എല്ലാം തന്നെ എന്തായിരുന്നു, വാണിജ്യ പ്രവർത്തനങ്ങളോട് വലിയ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരു വിഭാഗമായിരുന്നു ആര്, നഗരത്താന്മാർ അല്ലെങ്കിൽ നാട്ടുകോട്ടെ ചെട്ടിയാന്മാർ എന്ന് പറയുന്ന വിഭാഗം. കാരണം അവരുടെ സാമൂഹിക ഘടനകൾക്ക് അകത്ത് നിന്നുകൊണ്ടാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നാട്ടുകോട്ടെ ചെട്ടിയാന്മാർ അവരുടെ വാണിജ്യ സമുദായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രവർത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെ ബാങ്കിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജോയിന്റ് ഫാമിലി അല്ലെങ്കിൽ കൂട്ടുകുടുംബ സ്ഥാപനങ്ങളുടേതേ പോലെ തന്നെ വാണിജ്യം എന്ന് പറയുന്നത് ഇതേപോലെ കൂട്ടുകുടുംബ പണ്ട് കാലത്തുള്ള കൂട്ടുകുടുംബ സമ്പ്രദായം പോലെ തന്നെ അവരുടെ വാണിജ്യ ബാങ്കിങ് പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതെല്ലാം തന്നെ സംഘടിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്, അവരുടെ ജാതി ബന്ധങ്ങളിലൂടെയാണ്, കാസ്റ്റ് റിലേഷൻഷിപ്പിലൂടെയാണ്, അല്ലെങ്കിൽ അവരുടെ ബന്ധുത്വ ബന്ധങ്ങളിലൂടെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതെല്ലാം തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന തെക്ക് കിഴക്ക് ഏഷ്യയിലും അതേപോലെ തന്നെ ശ്രീലങ്കയിലും അവർക്ക് എന്തുണ്ടായിരുന്നു, ജാതി അടിസ്ഥാനത്തിലുള്ള വ്യാപകമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നാട്ടുകോട്ടെ ചെട്ടിയാന്മാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള വിഭാഗമാണ്. അവർക്ക് കൂട്ടുകുടുംബ സമ്പ്രദായങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്നിട്ട് അവര് ജാതി ബന്ധുത്വ കുടുംബ വിഭാഗമായിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വാണിജ്യ സമുദായങ്ങളായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന തെക്കേ കിഴക്കേ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഏഷ്യയിലും അതേപോലെ ശ്രീലങ്കയിലും വരെ അവർക്ക് എന്തുണ്ട്, അവരുടെ ജാതിപരമായ വാണിജ്യ സമുദായങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം ആ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ട്രേഡ് അല്ലെങ്കിൽ ജാതി സമുദായങ്ങളൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് ഇത് നാട്ടുകോട്ടെ ചെട്ടിയാന്മാർ എന്ന് പറയുന്നത്. അപ്പം ഇത് തങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങളെ, ഈ പറയുന്ന നാട്ടുകോട്ടെ ചെട്ടിയാന്മാരുടെ ബിസിനസ് പ്രവർത്തനങ്ങളെ ആ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഈ പറയുന്ന നാഗത്താന്മാരുടെ സാമ്പത്തിക പ്രവർത്തനം അല്ലെങ്കിൽ നാട്ടുകോട്ട ചെട്ടിയാന്മാരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരു തദ്ദേശീയ അല്ലെങ്കിൽ നമ്മളുടെ ഏരിയയിലുള്ള ഒരു മുതലാളിത്തമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം കൂടി എന്തുണ്ട്, ആ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം അവർക്ക് തമിഴ്നാട്ടിൽ മാത്രമല്ല ഈ തെക്ക് കിഴക്ക് ഏഷ്യയിലും ശ്രീലങ്കയിലും വരെ അവരുടെ വാണിജ്യ സമുദായങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാപിറ്റലിസം, ഒരു മുതലാളിത്തമായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഈ കാലഘട്ടങ്ങളിലുണ്ട്. അപ്പം യൂറോപ്യൻ മുതലാളിത്തം അല്ലെങ്കിൽ യൂറോപ്യൻ ക്യാപിറ്റലിസം ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമാണ് എവിടെ ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന ഈ പറയുന്ന ക്യാപിറ്റലിസം എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ നാട്ടുകോട്ട ചെട്ടിയാന്മാരുടെ ബിസിനസ് എന്ന്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റ്സ് ട്രഡീഷണൽ ബിസിനസ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ്. അതായത് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റില്
ട്രഡീഷണൽ ബിസിനസ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം. അതായത് വിപണികളുടെ സാമൂഹിക സംഘടന, അതേപോലെ തന്നെ വിപണികളുടെ സാമൂഹിക സംഘടന, അതിന്റെ എങ്ങനെയാണ് അത് പരമ്പരാഗത ബിസിനസ് സമുദായങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിപണി ഒരു സാമൂഹിക സംഘടന എന്നുള്ള കൺസെപ്റ്റിൽ എങ്ങനെയാണ് പരമ്പരാഗത ബിസിനസ് സമുദായങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ നാട്ടുകോട്ട ചെട്ടിയാന്മാർ എങ്കിൽ നഗരത്താന്മാർ പോലെയുള്ള ധാരാളം പരമ്പരാഗത വാണിജ്യ സമുദായങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നാട്ടുകോട്ട ചെട്ടിയാന്മാരുടെ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഈ പറയുന്ന രീതിയിൽ ജാതി വ്യവസ്ഥയും അതേപോലെ തന്നെ സമ്പത്ത് വ്യവസ്ഥയും തമ്മിൽ നല്ല രീതിയിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഭൂമിയുടെ ഉടമസ്ഥാവകാശം, തൊഴിൽപരമായ വ്യത്യാസങ്ങള്, ദെൻ അതേപോലെ തന്നെ ഇത് തുടങ്ങിയതെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന വാണിജ്യ സമുദായ ബന്ധങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഉദാഹരണത്തിന് കൊളോണിയൽ കാലഘട്ടത്തില് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തില് ജന്മിമാരില് ആ കാലഘട്ടത്തിലെ ജന്മിമാരായിട്ടുള്ള ആൾക്കാരുടെ ഭൂരിഭാഗവും ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ജന്മിമാരായിട്ടുണ്ടായിരുന്നത്. ഓരോ സാമൂഹ്യ വിഭാഗവും ആ കാലഘട്ടത്തില് ഓരോ സാമൂഹ്യ വിഭാഗവും അവരുടെ തൊഴിൽ നിർണയിച്ചിരുന്നതിന്റെ അടിസ്ഥാനം, ആ കാലഘട്ടത്തിലെ ഏതൊരു സാമൂഹ്യ വിഭാഗത്തെ എടുക്കുകയാണെങ്കിലും അവരുടെ എല്ലാം തന്നെ തൊഴിലിന്റെ, അവരുടെ എല്ലാം തന്നെ ജോബിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് കാസ്റ്റ് അല്ലെങ്കിൽ ജാതിയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ 3rd ചാപ്റ്ററിലും അതേപോലെ തന്നെ +1 പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വീണ്ടും ജസ്റ്റ് പറയുന്നുള്ളൂ. ഇങ്ങനെ ജാതിയും അതേപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയും, കാസ്റ്റ് ആൻഡ് എക്കണോമി എങ്ങനെയാണ് അത് തമ്മിലുള്ള ബന്ധം ഒരു ട്രേഡ് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യാപാരം അല്ലെങ്കിൽ വിപണി എന്ന കാര്യത്തിലും എങ്ങനെയാണ് നോക്കി നിൽക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം. അപ്പം ഈ പറയുന്ന കാസ്റ്റിനും ദെൻ അതേപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്കും നല്ല രീതിയിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. കാരണം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. ജാതി വ്യവസ്ഥയും അല്ലെങ്കിൽ ഈ പറയുന്ന സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉടമസ്ഥാപരമായ കാര്യങ്ങൾ, ദെൻ അതേപോലെ തന്നെ തൊഴിൽ വ്യത്യാസങ്ങൾ എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്, ജാതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓരോരുത്തരും തൊഴിൽ ചെയ്യുന്നത്. ബ്രാഹ്മണന്റെ തൊഴിലല്ല ക്ഷത്രിയൻ ചെയ്യുന്നത്, ക്ഷത്രിയന്റെ അല്ല വൈശ്യൻ ചെയ്യുന്നത്, വൈശ്യന്റെ അല്ല ശൂദ്രൻ ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്കാണ്. കൊളോണിയൽ കാലഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ അന്നത്തെ ഭൂപ്രഭുക്കന്മാരെല്ലാം തന്നെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സമ്പദ് വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര കാസ്റ്റ് സിസ്റ്റത്തെ ചാതുർവർണ്ണയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 4ആയിട്ട് തരംതിരിക്കുമ്പോൾ ഹൈറാർക്കിക്കല് ശ്രേണീകരണത്തിൽ നമുക്ക് 4ാമത് വരുന്ന ഒരു ഇതുണ്ട്. ഏതാണത്? ബ്രാഹ്മണാണോ ക്ഷത്രിയാണോ? അല്ല, വൈശ്യ എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പം ഈ വൈശ്യാസിന്റെ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് എന്ന് പറയുന്നത് അവർക്ക് വ്യാപാരം എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. ബ്രാഹ്മിന് ഈ പറയുന്ന രീതിയിൽ ടീച്ചിങ് അല്ലെങ്കിൽ ഈ പറയുന്ന അമ്പലങ്ങളിലൊക്കെ പൂജ ചെയ്യുന്നു. അതായത് ക്ഷത്രിയാസ് യുദ്ധം ഇങ്ങനത്തെ കാര്യങ്ങൾ രാജ്യഭരണമാണ്. ദെൻ വൈശ്യാസിന് എന്ത് വ്യാപാരം അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു രീതി പറയുന്നത്. അപ്പം കാസ്റ്റ് സിസ്റ്റത്തിലെ 4ാമത്തെ വർണ്ണമായിട്ടുള്ള ഈ പറയുന്ന വൈശ്യാസിന്റെ വ്യാപാരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം പണ്ട് കാലം മുതൽ, പുരാതന കാലം മുതൽ ഇന്ത്യയിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപാരത്തിന് അല്ലെങ്കിൽ വ്യാപാരപരമായ സുപ്രധാനമായിട്ടുള്ള സംഗതികളും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ സ്ഥാനങ്ങളെല്ലാം തന്നെ വഹിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് ചാതുർവർണ്ണത്തിലെ 3ാമത്തെ ഈ പറയുന്ന 3ാമത്തെ വർണ്ണമായിട്ടുള്ള ആരാണ്? വൈശ്യാസ് എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പം ഇങ്ങനെയുള്ള വ്യാപാര പരമ്പരാഗത പണ്ട് കാലം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ വ്യാപാരപരമായിട്ട് തൊഴിൽ സ്വീകരിച്ചു വന്ന ധാരാളം വൈശ്യ സമുദായങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അത് തന്നെയാണ് പണ്ട് കാലത്ത് പരമ്പരാഗതമായിട്ട് നമ്മൾ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് 3rd ചാപ്റ്ററിൽ പറഞ്ഞപ്പോഴും പറഞ്ഞു വൈശ്യാസ് എന്ന് പറയുന്നത് വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് പരമ്പരാഗതമായിട്ട് വ്യാപാരം ചെയ്തു വന്ന അനേകം വൈശ്യാസ് എവിടെ ഉണ്ട്? ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഉത്തരേന്ത്യയിലുള്ള ബണിയർ എന്ന് പറയുന്ന വിഭാഗം. അത് വൈശ്യാസ് വിഭാഗത്തിൽ പെടുന്ന ഒരു വിഭാഗമാണ് ഇത്. ബണിയർ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലാണ് ഈ ഒരു വിഭാഗത്തെ കാണപ്പെടുന്നത്. അവർ വൈശ്യ വിഭാഗമാണ്. അവര് ഈ പറയുന്ന രീതിയിൽ ബിസിനസ് സമുദായമാണ് അല്ലെങ്കിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ വാണിജ്യവും വ്യാപാരവും തമ്മിൽ ഈ പറയുന്ന വൈശ്യരുടെ കുത്തകയായിരുന്നില്ല ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. വൈശ്യര് മാത്രമല്ല ഇന്ത്യയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന ജാതി സിസ്റ്റത്തിലെ ഈ പറയുന്ന വൈശ്യാസിന് മാത്രമേ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വ്യാപാരങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഉത്തരേന്ത്യയിലെ ബണിയർ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ ഇന്ത്യയിൽ ഈ പറയുന്ന വൈശ്യാസിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല എന്തുണ്ടായിട്ടുള്ളത്, വ്യാപാരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. മറിച്ച് ഈ പറയുന്ന രീതിയിൽ
പാർസികള്, ദെൻ അതേപോലെ തന്നെ സിദ്ധികള്, അതേപോലെ തന്നെ ബൊഹറകള്, ദെൻ അതേപോലെ തന്നെ ജൈനന്മാര് തുടങ്ങിയ മറ്റ് സമുദായങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപാര സമുദായങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അല്ലാതെ വൈശ്യാസ് വിഭാഗത്തിൽ പെടുന്ന ബണിയർ മാത്രമല്ല ഇന്ത്യയിലെ പരമ്പരാഗത ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന പാർസികള്, സിദ്ധികള്, ബൊഹറകള്, ജൈനർ തുടങ്ങിയ മറ്റു സമുദായക്കാരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേ രീതിയിൽ ഇന്ത്യയിലെ വ്യാപാര സമുദായങ്ങൾ ആയിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വ്യാപാരങ്ങൾ ചെയ്തു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വാണിജ്യ സമുദായങ്ങൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും ഉയർന്ന സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു സാമൂഹിക പദവി എന്ന് പറയുന്നത് അത് ഈ പറയുന്ന എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ വ്യാപാരം ചെയ്യുന്ന എല്ലാവർക്കും ഉയർന്ന സാമൂഹിക പദവി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊളോണിയൽ കാലഘട്ടത്തില് ഉപ്പിന്റെ ദൂരവ്യാപകമായിട്ടുള്ള വ്യാപാരം ചെയ്തിട്ടുണ്ടായിരുന്നത് ബഞ്ചാരാസ് എന്ന് പറയുന്ന ഗോത്ര വിഭാഗമാണ്. അപ്പൊ അവർ ഈ പറയുന്ന രീതിയിൽ പരമ്പരാഗത സമുദായങ്ങൾ പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ബിസിനസ് ചെയ്തതാണ് ആര്, ബഞ്ചാരാസ് എന്ന് പറയുന്നത്. അവർക്ക് സമൂഹത്തിൽ ഒരിക്കലും ഉയർന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഉയർന്ന ഒരു സാമൂഹിക പദവി കിട്ടിയിട്ടില്ല. കാരണം എന്താണ്, അവർ താഴ്ന്ന ഗോത്ര വിഭാഗത്തിൽ പെടുന്ന ആയതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ബിസിനസിന്റെ മേഖലകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യാപാരത്തിന്റെ മേഖലകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് ചില പ്രത്യേക സമുദായങ്ങളിൽ പെട്ടവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ കുറച്ച് സമുദായങ്ങളൊക്കെ പറഞ്ഞു, ബണിയർ അല്ലെങ്കിൽ പാർസികൾ അല്ലെങ്കിൽ ബൊഹോറകൾ അല്ലെങ്കിൽ ജൈനർ അല്ലെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ബഞ്ചാരാസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത് അവരവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരവർ ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ നിയന്ത്രിച്ചത് അവരവരെ പോലത്തെ അല്ലെങ്കിൽ ഇതേപോലത്തെ ചില സമുദായങ്ങളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ ബിസിനസ്സുകൾ നിയന്ത്രിച്ചു പോകുന്നത് അതേപോലത്തെ സമുദായങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ബാങ്കിങ് ബിസിനസിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിയന്ത്രിച്ചിരുന്നത് ഒന്നെങ്കിൽ നാഗത്താന്മാർ അല്ലെങ്കിൽ നാട്ടുകോട്ട ചെട്ടിയാന്മാർ എന്ന് പറയുന്ന വിഭാഗമാണ് നമ്മൾ പറഞ്ഞു. അപ്പം ഇതേപോലെ തന്നെ ബിസിനസ് മേഖലയിലും എന്തുണ്ട്, ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു സവിശേഷവൽക്കരണം, ഒരു സ്പെഷ്യലൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കാരണം ജാതി ശൃംഖലയിലൂടെ അല്ലെങ്കിൽ ബന്ധുത്വ ശൃംഖലയിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് വ്യാപാരവും വാണിജ്യം എന്ന് പറയുന്ന ഈ രണ്ട് കൺസെപ്റ്റുകളും വ്യാപാരപരമായിട്ട് വാണിജ്യപരമായിട്ട് ബന്ധുത്വത്തിലൂടെയും അതേപോലെ തന്നെ ജാതി ശൃംഖലയിലൂടെയും ബന്ധുത്വ ശൃംഖലയിലൂടെയും എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടുപോകാൻ എളുപ്പമായിരുന്നു എന്നുള്ളതാണ്. അതിപ്പം ഈ പറയുന്ന നാട്ടുകോട്ട ചെട്ടിയാന്മാരുടെ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ ഈ ഗോത്ര വിഭാഗത്തിലെ ബഞ്ചാരാസിനെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അതിന്റെ മുന്നേ നമ്മൾ ബണിയറെ കുറിച്ച് പറഞ്ഞപ്പോഴും സ്വന്തം ജാതിയിലൂടെ അല്ലെങ്കിൽ സ്വന്തം ജാതി ശൃംഖലയിലൂടെ അല്ലെങ്കിൽ സ്വന്തം ബന്ധുത്വ ശൃംഖലയിലൂടെയാണ് ഒരു ബിസിനസ് നടത്തുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്ന ജാതി ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ അവരുടെ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കാരണം സാധാരണയായിട്ട് ഈ പറയുന്ന ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നത് സ്വന്തം സമുദായത്തിലുള്ള വിഭാഗങ്ങളുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അവരുടെ ബന്ധു വിഭാഗങ്ങളുമായിട്ട് എന്ത് ചെയ്ത് കൂടുതൽ അവരെയാണ് വിശ്വസിക്കുക. നമ്മൾ നമ്മുടെ ജാതിക്കാരെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാനാണ് ആ കാലഘട്ടങ്ങളിൽ പുറമേ നിന്നുള്ളവരെക്കാളും അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുള്ള ഒരാളുമായിട്ട് ബിസിനസ് ചെയ്യുന്നതിനേക്കാളും സ്വന്തം ജാതിയിലോ സ്വന്തം ബന്ധുത്വത്തിലോ പെടുന്ന ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുക, ഒരു ബിസിനസ് ചെയ്യുക. അങ്ങനെ ഒരു ജാതി കുത്തക തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ വ്യാപാര ശൃംഖലയിൽ ഈ ബിസിനസ്സിൽ ഒരു ജാതി കുത്തക തന്നെ സൃഷ്ടിക്കാനാണ് ആ കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വിപണികളുടെ പ്രവർത്തനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ വിപണികൾ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വ്യാപാര സമുദായങ്ങൾ എന്ന് പറയുന്നത് അത് എല്ലാം തന്നെ ജാതി ശൃംഖലയിലൂടെയോ അല്ലെങ്കിൽ ബന്ധുത്വ ശൃംഖലയിലൂടെയോ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. പുറമേ നിന്നുള്ള ഒരാളുമായിട്ട് ബിസിനസ് ചെയ്യാൻ ആ കാലഘട്ടത്തിലെ ഒരു ജാതി സമുദായങ്ങളും ശ്രമിച്ചിരുന്നല്ല. കാരണം അങ്ങനെ അതിന്റെ ഒരു വിശ്വാസമില്ലായ്മ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഈ പറയുന്ന കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്ന വ്യാപാര ശൃംഖലകൾ എല്ലാം തന്നെ ഒരു ജാതി കുത്തകകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് പരമ്പരാഗത ബിസിനസ് സമുദായങ്ങളുടെ ഒരു സാമൂഹിക ഘടന എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയുന്നത് കൊളോണിയൽ പീരീഡിൽ അല്ലെങ്കിൽ കോളനി വാഴ്ചയിൽ പുതിയ വിപണികൾ എങ്ങനെയാണ് ആവിർഭാവം ചെയ്തത്. ദാറ്റ് മീൻസ് കൊളോണിയലിസം ആൻഡ് എമർജൻസ് ഓഫ് ന്യൂ മാർക്കറ്റ്സ്. ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കൊളോണിയലിസം കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ന്യൂ മാർക്കറ്റ്സിന്റെ എമർജൻസി അല്ലെങ്കിൽ പുതിയ വിപണികൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ അതല്ലെങ്കിൽ
മുതലാളിത്ത പൂർവ്വ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ വ്യാപാര ശൃംഖലകൾ ഉണ്ടായിരുന്നത്. ആ വ്യാപാര ശൃംഖലകളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് ജാതി സംബന്ധമായ ശൃംഖലയിലൂടെയും ബന്ധുത്വ സംബന്ധമായ ശൃംഖലയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ജാതി കുത്തക നിലനിർത്തിയിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്ത് വ്യാപാര ബന്ധങ്ങളും അവരുടെ ബിസിനസ്സുകളും. അതിന്റെ എക്സാമ്പിളുകളായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നാട്ടുകോട്ടെ ചെട്ടിയാന്മാരെ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നാഗത്താന്മാരെ നമ്മൾ പറഞ്ഞു. ദെൻ അതേപോലെ തന്നെ ഉത്തരേന്ത്യയിലെ ബണിയർ വിഭാഗത്തിനെ നമ്മൾ പറഞ്ഞു. ദെൻ അതേപോലെ ഗോത്ര വിഭാഗത്തിലെ ബഞ്ചാറാസിനെ നമ്മൾ പറഞ്ഞു. ദെൻ അതേപോലെ തന്നെ ഈ പറയുന്ന ജൈനന്മാരെ നമ്മൾ പറഞ്ഞു. ദെൻ അതേപോലെ തന്നെ ബൊഹറകളെ പറഞ്ഞു, സിദ്ധികളെ പറഞ്ഞു. ഇവരെല്ലാം തന്നെ ജാതി സമുദായ കുത്തകളായിട്ട് ബിസിനസ് ചെയ്തിരുന്ന ആൾക്കാരാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം, അല്ലെങ്കിൽ മുതലാളിത്തത്തിൽ, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ വ്യാപാരങ്ങളുടെ ആവിർഭാവം, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊളോണിയലിസത്തിന്റെ ഒരു എമർജൻസ് ഉണ്ടായത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇതിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 1880-കളിൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യൻ ഭരണം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഒരു റെവല്യൂഷണറി ചേഞ്ചസ്, അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ് ആര്? ഈ പറയുന്ന ബ്രിട്ടീഷുകാർ. നമ്മൾ തേർഡ് ചാപ്റ്റർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരു റെവല്യൂഷണറി ചേഞ്ചസ്, വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നു. അപ്പം ഇതും ഈ പറയുന്ന വിപണിയെ നമ്മൾ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന വിപണിയിലും ഒരു വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊളോണിയൽ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ഉൽപാദനമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ കൃഷിയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ വ്യാപാരമാണെന്നുണ്ടെങ്കിലും എല്ലാ സമ്പദ് മേഖലയിലും എല്ലാ മേഖലകളിലും എന്തുണ്ടായിരുന്നു? അതിന്റെ ടോട്ടൽ ചേഞ്ചസ്, ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ ആര് കൊണ്ടുവന്നു? കൊളോണിയൽ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കൊളോണിയലിസം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ കോളനി വാഴ്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടിട്ട് പോകുന്ന ഒരു കാര്യം. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കൈത്തറി വ്യവസായങ്ങളെ ഏറ്റവും കൂടുതൽ സ്വയം പര്യാപ്തരായിട്ടുള്ള ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ത്? കൈത്തറി വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ കൈത്തറി വ്യവസായങ്ങളെ കൊളോണിയലിസം എന്ത് ചെയ്തു? അത് ഡിക്ലൈൻ ചെയ്തു, അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച വില കുറഞ്ഞ തുണിത്തരങ്ങളാണ് എന്ത് ചെയ്തത്? പിന്നീട് ഇന്ത്യൻ വിപണിയിലേക്ക്, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പ്രവഹിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുവരെ ഇന്ത്യൻ കൈത്തറിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വസ്ത്രങ്ങൾക്ക് പകരം എന്തുണ്ടായി? ഇന്ത്യൻ കൈത്തറി വ്യവസായം എന്ത് ചെയ്തു? അത് ഇല്ലായ്മ ചെയ്തു, അല്ലെങ്കിൽ അത് തകർത്തു. അതിനുശേഷം ഇംഗ്ലണ്ടിൽ നിന്നുള്ള തുണിത്തരങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവയോട് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ ഇന്ത്യയിലെ കൈത്തറി വ്യവസായങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം. അപ്പം ഇന്ത്യയിൽ എങ്ങനെയാണ് കൊളോണിയലിസത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ എങ്ങനെയാണ് മാർക്കറ്റ് രൂപപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ സ്വയം പര്യാപ്തരായിട്ടുള്ള ഗ്രാമങ്ങളിൽ ഇന്ത്യൻ കൈത്തറി വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. ആ കൈത്തറി വ്യവസായങ്ങൾ ഈ പറയുന്ന കൊളോണിയലിസം വന്നതോടുകൂടി തകരുകയാണ് ചെയ്തത്. അതിനുശേഷം ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച വില കുറഞ്ഞ വസ്തുക്കളാണ് എവിടേക്ക് വന്നത്? ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വില കുറഞ്ഞ വസ്തുക്കൾ വരുന്ന സമയത്ത് ഇന്ത്യൻ കൈത്തറിയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അവരുടെ ഒരു മത്സരത്തിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതോടുകൂടി ഇന്ത്യയിലെ കൈത്തറി വ്യവസായത്തിന്റെ തകർച്ച നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിനെ കുറിച്ചിട്ടാണ് നാം പറയുന്നത്. രണ്ടാമത്തത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ എക്കണോമി എടുത്തു നോക്കുന്ന സമയത്ത് അത് ലോക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും കൂട്ടിയിണക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുവരെ ഒരു തദ്ദേശീയ വ്യാപാര ശൃംഖലയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആധുനിക കാലഘട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് മുതലാളിത്ത പൂർവ്വ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എന്താണ്? തദ്ദേശീയമായിട്ട് ഇന്ത്യയിൽ മാത്രം നിലനിന്നിരുന്ന, ഒരു ഇന്ത്യന്റെ അകത്ത് മാത്രം നിന്നിരുന്ന വ്യാപാരത്തെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്തു? ലോകമെമ്പാടുമുള്ള മുതലാളിത്ത ക്യാപിറ്റലിസ എക്കണോമിയിലേക്കുമായിട്ട് എന്ത് ചെയ്തു? കൂട്ടിയിണക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് രണ്ടാമതുണ്ടായ കൊളോണിയലിസത്തിൽ ഉണ്ടായിട്ടുള്ള, കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാർക്കറ്റിന്റെ രണ്ടാമത്തെ ചേഞ്ചസ്. അതാണ് ഈ പറയുന്നത് എന്താണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക വിപണിയുമായിട്ട്, ലോക മുതലാളിത്ത വിപണിയുമായിട്ട് എന്ത് ചെയ്തു? കൂട്ടിയിണക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് എന്ത് പറയുന്നത്? രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. ദെൻ അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് നമ്മൾ പറയുന്നത്, ബ്രിട്ടീഷ് കൊളോണിവൽക്കരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ട്? ലോക വിപണിയിലേക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഒരു കോളനിയാക്കി മാറ്റുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നിർമ്മിത വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ, അങ്ങനത്തെ പട്ടുതെറി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കോളനിവൽക്കരിക്കപ്പെട്ടതിന് ശേഷം, അതായത് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനി ആയതിനു ശേഷം ഇംഗ്ലണ്ടിലെ ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കളും അതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും ഈ പറയുന്ന രീതിയിൽ തൊഴിലാളികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്ന ഒരു മേഖലയായിട്ട് ഏത് മാറി?
ഇന്ത്യ മാറി എന്നുള്ളതാണ്. അതായത് അവരവരെന്താണോ നിർമ്മിച്ച് വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്ന വിപണി ഏത് തന്നെയാണ്, ഇന്ത്യ തന്നെയാണ്. അതേപോലെ തന്നെ ആ വിപണിക്ക് വേണ്ടി, ആ വിപണി വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളും അതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും എവിടെ നിന്നിട്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അപ്പം അങ്ങനെയുള്ള വിറ്റഴിക്കുന്ന ഒരു വിപണിയായിട്ടും അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്ന ഒരു വിപണിയായിട്ടും ഇന്ത്യ മാറി എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു മാറ്റം ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്തിട്ടുണ്ടായിരുന്നത് ആർക്കായിരിക്കും? ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അറിയാം, ഇംഗ്ലണ്ടുകാർക്കായിരിക്കും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കായിരിക്കും അതിന്റെ ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ എന്ത് ചെയ്തു, കൊളോണിയലിസത്തിന് ശേഷം ഇന്ത്യയിലെ ഈ പറയുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ വിപണിയെ ഇതേ രീതിയിൽ മാറ്റിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. പണ്ട് കാലത്ത് എന്താ ഉണ്ടായിരുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളുടെ ഡിമാൻഡുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും പട്ടുവസ്ത്രങ്ങളും എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഡിമാൻഡിലാണ് ലോക വിപണിയിൽ, ആഗോള വിപണിയിൽ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെന്ത് ചെയ്തു, നേരെ തകിടം മറിച്ചു കൊളോണിയലിസം. ബ്രിട്ടീഷുകാർ വന്നപ്പം ഇവിടെ നിന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തു, അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളും കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് കളക്ട് ചെയ്തു, എന്നിട്ട് നേരെ ഇംഗ്ലണ്ട് കൊണ്ടുപോകുന്നു, ഇംഗ്ലണ്ടിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് നേരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു മാറ്റം എന്തുണ്ടായി, വിപണിയിൽ ആ രീതിയിലുള്ള ഒരു മാറ്റവും ഈ പറയുന്ന കൊളോണിയലിസം കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. നെക്സ്റ്റ് അടുത്തൊരു ചേഞ്ചസിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥ നിലവിൽ നിന്നിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥ എന്തുണ്ടായിരുന്നു, നിലനിന്നിരുന്നു. അതിന്റെ വ്യാപനം ഒരു ചില വാണിജ്യ സമൂഹങ്ങൾക്ക് അതിന്റെ ഒരു ടോട്ടൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അത് ചില വാണിജ്യ സമുദായങ്ങൾക്ക് ഉയർന്നു വരാനുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു എന്നുള്ളതാണ്. കൊളോണിയലിസം വന്നപ്പോൾ ചെയ്ത അടുത്തൊരു കാര്യം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള നെക്സ്റ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കമ്പോള വ്യവസ്ഥയിൽ ചില വാണിജ്യ സമൂഹങ്ങൾക്ക് എന്ത് ചെയ്തു, ഉയർന്നു വരാനുള്ള പുതിയ അവസരങ്ങൾ കൂടി ആര് സൃഷ്ടിച്ചു കൊടുത്തു, ഈ പറയുന്ന കൊളോണിയലിസം സൃഷ്ടിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഇതില് മാറിയ സാമ്പത്തിക സാഹചര്യങ്ങളോട്, അതായത് പണ്ട് മുതൽ ഇന്ത്യ ഫോളോ ചെയ്യുന്ന പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ജാതി സംബന്ധമായിട്ടുള്ള ജാതി ശൃംഖലയിലൂടെയും ബന്ധുത്വ ശൃംഖലയിലൂടെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന വിപണി അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു മാറ്റവുമായിട്ട്, ആ മാറിയ സാമ്പത്തിക സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഇണങ്ങിച്ചേർന്ന് പോകുന്ന തങ്ങളുടെ നില മെച്ചപ്പെടുത്താൻ അവർ എന്ത് ചെയ്തു, പരിശ്രമിക്കുകയാണ് ആ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോളനി ഭരണം സൃഷ്ടിച്ച സാമ്പത്തിക അവസരങ്ങൾ മുതലെടുക്കുന്നതിന്, കോളനി ഭരണം കൊണ്ടുവന്ന ഒരു സാമ്പത്തിക അവസരങ്ങൾ മുതലെടുക്കുന്നതിന് വേണ്ടി പുതിയ സമുദായങ്ങളാണ് എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പുതിയ സമുദായങ്ങൾ പണ്ടുണ്ടായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പരമ്പരാഗത കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സമുദായങ്ങൾക്ക് പകരം എന്ത് ചെയ്തു, അത് മുതലാക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ സമുദായങ്ങൾ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഉയർന്നു വന്നു അല്ലെങ്കിൽ ആവിർഭാവം ചെയ്തു അല്ലെങ്കിൽ എമർജൻസ് ആയി എന്നുള്ളതാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷവും പോലും അവരെന്ത് ചെയ്തു, ആ ഒരു സാമ്പത്തിക അധികാരം മുറുകെ പിടിച്ചു തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കോളനി ഭരണം സൃഷ്ടിച്ച ഇന്ത്യയിലെ അവസരങ്ങൾ അല്ലെങ്കിൽ ആ അവസരങ്ങൾ മുതലാക്കിയ വാണിജ്യ സമുദായങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം അത് മുതലെടുത്തു വന്ന ആ കാലഘട്ടങ്ങളിൽ, കൊളോണിയൽ കാലഘട്ടങ്ങളിൽ മുതലെടുത്തു വന്നു. അതിനുശേഷം സ്വാതന്ത്ര്യ കാലഘട്ടത്തിലും അത് ആ ഒരു കുത്തക നിലനിർത്തിയ സമുദായങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്കറിയുന്ന മാർവാരീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാർവാടികൾ അല്ലെങ്കിൽ മാർവാരീസ് എന്ന് പറയുന്ന വിഭാഗം. ഈ വിഭാഗങ്ങൾ ഈ പറയുന്ന ഇന്ത്യയിലെ കൊളോണിയലിസം കാലഘട്ടത്തിൽ ആ സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് മെച്ചപ്പെട്ട് വന്നിട്ടുള്ള ഒരു വിഭാഗമാണ്. അതായത് കോളനി ഭരണകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു പുതിയ വാണിജ്യ സമുദായ വിഭാഗമാണ് ഇത് മാർവാരീസ് എന്ന് പറയുന്ന വിഭാഗം. അത് ഇന്ത്യയിൽ പിന്നീട് മാർവാരീസ് ഏറ്റവും വ്യാപകമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ വ്യാപാരം ചെയ്യുന്ന ഒരു ടീമായിട്ട് അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒരു സമുദായമായിട്ട് എന്ത് മാറി, ഈ പറയുന്ന മാർവാരീസ് മാറി. അങ്ങനെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു വാണിജ്യ സമുദായമായിട്ട് മാർവാരീസ് വരുന്നത് ഈ പറയുന്ന കൊളോണിയൽ കാലഘട്ടത്തിലാണ്. അത് പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന ബിർളന്മാരെ പോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഉത്തരേന്ത്യയിലെ ഭരണ എന്ന് പറയുന്ന വിഭാഗത്തെ പോലെയുള്ള കൂറ്റൻ വ്യവസായികളായിട്ട് മാറാൻ ആർക്ക് പറ്റി, ഈ പറയുന്ന മാർവാരീസ് വിഭാഗങ്ങൾക്ക് പറ്റി. കാരണം അവര് കൂറ്റൻ വ്യവസായങ്ങൾ ചെയ്തു, അതേപോലെ തന്നെ സാധാരണ കടക്കാരായിട്ട് മാറി. രാജ്യത്ത് ഉടനീളം അവരെന്ത് ചെയ്തു, ബിസിനസ് ചെയ്തു. എല്ലാ നഗരങ്ങളിലും അവർക്ക് എന്തുണ്ടായിരുന്നു, ബിസിനസ് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ചെറുകിട കച്ചവടങ്ങളായിട്ടുണ്ടായിരുന്നു, വലിയ ബിസിനസ് ആയിട്ടും ഒക്കെ ആർക്കുണ്ടായിരുന്നു, ഈ പറയുന്ന മാർവാരീസ് വിഭാഗത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന മാർവാരീസിന്റെ ഒരു വിജയഗാഥ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഇന്നത്തെ മാർവാരീസിന്റെ അല്ലെങ്കിൽ മാർവാടികളുടെ ഒരു വിജയഗാഥ തുടങ്ങുന്നത്
കൊളോണിയൽ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ അന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് എന്നുള്ളതാണ്. കാരണം കൊൽക്കത്ത പോലുള്ള വലിയ കൊളോണിയൽ നഗരങ്ങളിൽ ഈ പറയുന്ന പുതിയ അവസരങ്ങൾ അവർ ഏറ്റവും കൂടുതൽ മുതലെടുത്ത ഒരു വിഭാഗമാണ് ഇത് ഈ പറയുന്ന മാർവാരീസ് എന്ന് പറയുന്ന വിഭാഗം. അവര് രാജ്യത്തുടനീളം അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കുകയും അതിന്റെ ഫലമായിട്ട് നാഗത്താന്മാരെ പോലെ തന്നെ അവർക്ക് എന്തുണ്ടായി, നമ്മൾ നാട്ടുകോട്ട ചെട്ടിയാന്മാർ എന്ന് പറയുന്ന നാഗത്താന്മാരെ പോലെ അവർക്കുണ്ടായി ഒരു വ്യാപാര ബിസിനസ് സമുദായമായിട്ട് മാറി. അതിന്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന അവരുടെ സാമൂഹിക പരമായിട്ട് അവരുടെ വ്യാപാര ശൃംഖലകൾ അവരെന്ത് ചെയ്യാൻ പറ്റി, ഏറ്റവും കൂടുതൽ വ്യാപിപ്പിക്കാൻ പറ്റി. അവരുടെ ബിസിനസ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ ഈ ഇന്ത്യയില് അവർക്ക് ബിസിനസ് എന്ന് പറയുന്ന അവരുടെ ബിസിനസിന്റെ ലോകത്തിന്റെ ഒരു വിശ്വാസം പിടിച്ചു പറ്റാനും ഈ പറയുന്ന മാർവാടികൾക്ക് അല്ലെങ്കിൽ മാർവാരീസിന് എന്ത് പറ്റി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാർവാരി കുടുംബങ്ങൾ പലതും പിന്നീട് അങ്ങോട്ട് വ്യാപാരത്തിന് അനുസൃതമായിട്ട് എന്ത് ചെയ്തു, കണക്കറ്റ് സമ്പാദിക്കാനും തുടങ്ങി. അങ്ങനെ സമ്പാദിച്ച് അവരെന്ത് ചെയ്തു, പണങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ മണി എന്ത് ചെയ്തു, വായ്പ നൽകാൻ തുടങ്ങി, പൈസ വായ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ബാങ്കറായിട്ട് അല്ലെങ്കിൽ നാട്ടുകോട്ട ചെട്ടിയാന്മാർ എങ്ങനെയാണോ ബാങ്കർമാരായി മാറിയത് അതേ രീതിയിൽ എന്ത് ചെയ്തു മാർവാരീസും ഈ പറയുന്ന രീതിയിൽ മാർവാടികളും ഇതേപോലെ എന്ത് ചെയ്തു ബാങ്കർമാരായി മാറി. കാരണം വ്യാപാരത്തിലൂടെ ഇഷ്ടംപോലെ പണം സമ്പാദിച്ചു, പിന്നീട് ആ പണം എന്ത് ചെയ്തു വായ്പയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവരും ഒരു ബാങ്കർമാരായി മാറി. അങ്ങനെ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഈ പറയുന്ന വാണിജ്യ വികസനത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുക ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ്. അല്ലെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഭരണത്തിന്റെ അന്ത്യഘട്ടങ്ങൾ അതിന്റെ അവസാന ഘട്ടങ്ങളിലും സ്വാതന്ത്ര്യത്തിന് ശേഷവും നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ്. അല്ലെങ്കിൽ ഇപ്പോഴും വിജയഗാഥ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ്, ബിസിനസ്സിൽ ഒരു വിജയഗാഥ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മാർവാരീസ് എന്ന് പറയുന്ന വിഭാഗം. കാരണം ഇങ്ങനെ മാർവാരി കുടുംബങ്ങൾ ആധുനിക വ്യവസായികളായിട്ട് മാറി ഇപ്പോഴും ഇന്ത്യയിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മാർവാരി കുടുംബങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് മാർവാരീസ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാകുന്നത്. കാരണം ഇപ്പോഴത്തെ വ്യവസായങ്ങൾ നിയന്ത്രിക്കുന്നതും മറ്റു സമുദായങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്നതുമായിട്ടുള്ളത് മാർവാരികൾ തന്നെയാണ്. ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പല വ്യവസായങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതും അതിന്റെ അപ്പുറത്ത് മറ്റു വ്യവസായങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതും അവർ തന്നെയാണ്. ഇവർ ഉണ്ടായത് കൊളോണിയൽ കാലഘട്ടത്തിന്റെ കീഴിൽ ഉയർന്നു വന്ന ഒരു പുതിയ വാണിജ്യ സമ്പ്രദായത്തിന്റെ അല്ലെങ്കിൽ പുതിയ വാണിജ്യ സമൂഹത്തില് അവരുടെ വാണിജ്യ സമൂഹമായിട്ടും അതിനുശേഷം ബാങ്കറായിട്ടും വ്യവസായികളായിട്ടും മാറിയതിന്റെ ഒരു ഫലമായിട്ടാണ് അവർക്ക് ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് കാണുന്ന ഇന്ത്യയിൽ വ്യവസായങ്ങളെ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ മറ്റു സമുദായങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കാനും മാർവാരീസിന് കഴിഞ്ഞത് കൊളോണിയൽ കാലഘട്ടത്തിൽ അവർക്ക് അല്ലെങ്കിൽ കൊളോണിയൽ ഭരണം ഇവിടെ നിന്നപ്പോൾ അതിന്റെ കീഴിൽ കൊളോണിയൽ ഭരണത്തിന്റെ കീഴിൽ ഉയർന്നു വന്ന ഒരു പുതിയ വാണിജ്യ സമൂഹമായതുകൊണ്ടാണ്. അതിനുശേഷം അവർ ബാങ്കർമാരായി, അതിനുശേഷം അവർ വ്യവസായം കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ നിലനിൽക്കാനുള്ള റീസൺ. അപ്പം ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്, ഇന്ത്യയില് കൊളോണിയൽ ഭരണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഇന്ത്യയിൽ മുതലാളിത്തം വരുന്നതിന് മുമ്പുള്ള അതായത് മുതലാളിത്ത പൂർവ്വ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു തദ്ദേശീയമായിട്ട് ഇന്ത്യയിൽ മാത്രം നിന്നിരുന്ന വാണിജ്യ സമുദായങ്ങൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ജാതി ബേസ്ഡ് ആയിട്ടുള്ള വാണിജ്യ സമുദായങ്ങളാണ്, അല്ലെങ്കിൽ ബന്ധുത്വ കുടുംബമായിട്ടുള്ള ജാതി ബേസ്ഡ് ആയിട്ടുള്ള സമുദായങ്ങളാണ്, ജാതി കുത്തകളായിട്ടുള്ള സമുദായങ്ങളാണ്. എന്നാൽ അതിനുശേഷം എങ്ങനെയാണ് വിപണി മാറിയത് എന്നുള്ളത് ഓരോ എക്സാമ്പിളിലൂടെ നമ്മൾ പറഞ്ഞു. കൈത്തറി വ്യവസായം മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അവസാനം വന്ന മാർവാരീസ് വരെയുള്ള വിഭാഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം ഇതിന്റെ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് വിപണി ഒരു സാമൂഹ്യ സ്ഥാപനമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ആ സാമൂഹ്യ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന ഈ പറയുന്ന സമൂഹത്തിലെ വിഭാഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചിട്ട് ബെസ്റ്റ് എക്സാമ്പിളുകളായിട്ടാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഛത്തീസ്ഗഡ് ജില്ലയിലെ ബസ്താർ ജില്ലയിലുള്ള ദൊരെ വിപണിയെ കുറിച്ച് പറഞ്ഞു, ഗോൾഡ് വിഭാഗത്തിന്റെ ആഴ്ച ചന്തയെ കുറിച്ച്. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ തദ്ദേശീയരായിട്ടുള്ള എങ്ങനെയാണ് ബിസിനസ് വ്യാപാര ശൃംഖലകൾ ഉണ്ടായതും അതിനുശേഷം കൊളോണിയൽ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ബിസിനസ് വ്യാപാര ശൃംഖലകൾ ഉണ്ടായതും എന്നുള്ള രണ്ട് കാര്യത്തിനായിട്ട് രണ്ട് കമ്പാരിസൺ, ഒരു നേർത്ത ഒരു വിഭജനം നമ്മൾ പറഞ്ഞു. ആധുനികവും അതേപോലെ തന്നെ പരമ്പരാഗതത്തിന്റെ ക്ലാസിഫിക്കേഷൻ ചെറുതായിട്ട് പറഞ്ഞു. 100% എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. നല്ല രീതിയിൽ ക്ലാസ് കേൾക്കുക, നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് നോട്ടും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക. എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയില് വ്യാപാര സമുദായങ്ങൾ എങ്ങനെയാണ് മുതലാളിത്ത പൂർവ്വവും അല്ലെങ്കിൽ മുതലാളിത്ത കാലഘട്ടത്തിലും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഈ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തന്നെ കാൾ മാർക്സിന്റെ ഒരു ചിന്താഗതിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന വിപണിയെ നോക്കി കാണുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി.